ശ്രീ കെ പി നൌഷാദ് അലി, ഞാൻ നേരത്തെ സൂചിപ്പിച്ച വാർത്താക്കുറിപ്പിൽ, അതായത് പിന്നെ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് പുറപ്പെടുവിച്ച വാർത്താക്കുറിപ്പിൽ ആ വരി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അതായത് നവമാധ്യമങ്ങളിൽ പാർട്ടിയുടെ വക്താക്കളായി പ്രവർത്തിക്കാൻ കൊട്ടേഷൻ സംഘങ്ങളെ പാർട്ടി ചുമതലപ്പെടുത്തിയിട്ടില്ല. വാക്കുകൾ കൃത്യമായി നോക്കണം. കൊട്ടേഷൻ സംഘങ്ങളെ എന്ന് വെച്ചാൽ ആകാശ് തെലങ്കേരി, അർജുൻ ആയങ്കി പോലുള്ള ആളുകളാണ് പാർട്ടിയുടെ പേര്. പാർട്ടി ഞങ്ങൾക്കറിയാം, എങ്ങനെ തീർക്കണമെന്ന് ഞങ്ങൾക്കറിയാം തുടങ്ങിയ പ്രകോപനപരമായ നിലയിലുള്ള വാക്കുകളിലൂടെ മനു തോമസിനെതിരെ പ്രതികരിച്ചു. അപ്പോൾ അവരെ ഒന്നും ഇതിന് ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന് കൃത്യമായി പാർട്ടി പറയുന്നുണ്ട്. മനു തന്നെ പറഞ്ഞ കാര്യമാണ്, അവർക്ക് പാർട്ടിയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തതാണ്, അവരെ സംരക്ഷിക്കുന്നത് P ജയരാജനാണ് എന്ന്. പക്ഷേ അവരെ വ്യക്തമായി തന്നെ ഈ വാർത്താക്കുറിപ്പിലൂടെ തള്ളിപ്പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പാർട്ടി ഒന്നും ചെയ്യുന്നില്ല, പാർട്ടി ഈ വിഷയത്തിൽ കണ്ണടയ്ക്കുകയാണ്, എല്ലാം ഒളിച്ചു വയ്ക്കുകയാണ് എന്നൊക്കെ പറയുന്നതിൽ അർത്ഥമുണ്ടോ? നിങ്ങൾ ഈ പറഞ്ഞ രണ്ട് പേരുകാരും ഞാനത് ഇവിടെ ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അവർ രണ്ടുപേരും ഇപ്പോൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ CPM അത്തരത്തിൽ അവരെ തള്ളിപ്പറഞ്ഞു എന്നുള്ളതാണ് നിങ്ങൾ പറഞ്ഞത്. എന്നാൽ ഇവരൊക്കെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് CPMന് വേണ്ടി സാമൂഹ്യ മാധ്യമങ്ങളിൽ പലതരത്തിലുള്ള ഇടപെടലുകളും നടത്തുകയും പല വിവാദങ്ങളുണ്ടാക്കുകയും പല പരസ്യമായ ഭീഷണികൾ മുഴക്കുകയൊക്കെ ചെയ്തവരാണ്. അന്നൊന്നും CPM ഈ തരത്തിൽ പെരുമാറിയിട്ടില്ലല്ലോ. ഇന്നിപ്പോൾ ഇങ്ങനെ പെരുമാറുന്നത് എന്തോ അത്യാവശ്യമായ ഒരു ഗത്യന്തരമില്ലായ്മ കൊണ്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും വൈകി വന്ന വിവേകത്തെയും നമുക്ക് സ്വാഗതം ചെയ്യാമെന്നുള്ളതാണ് ഞാൻ അതിനകത്തൊരു പോസിറ്റീവായി കാണുന്നൊരു കാര്യം. അപ്പോൾ അതുകൊണ്ട് ഇവരെ കഴിഞ്ഞ കാലങ്ങളിലൊന്നും തള്ളിപ്പറയാതിരുന്ന CPMൻ്റെ ആ പശ്ചാത്തലം തന്നെയാണ് ഇപ്പോൾ അവരെ തിരിഞ്ഞു കൊത്തുന്നത് എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് അവരുടെ ഈ തള്ളിപ്പറച്ചിലും അതിനു മുമ്പും അതിന് പിൻപും ഒക്കെ ഉണ്ടായിട്ടുള്ള ഈ സംഭവ വികാസങ്ങളൊക്കെ. ഈ കണ്ണൂരിൽ തന്നെ ഈ മനുവിന് P ജയരാജൻ മറുപടി നൽകി ഫേസ്ബുക്കിലൂടെ അദ്ദേഹം രംഗപ്രവേശം ചെയ്തിരുന്നു. അപ്പോൾ ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊക്കെ ഒരു ലളിത യുക്തി കൊണ്ട് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ, പല ഘട്ടങ്ങളിലായിട്ട് CPM ഉപയോഗപ്പെടുത്തിയ ഇത്തരത്തിലുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ അവർക്കൊക്കെ എല്ലാ കാലത്തും ചെല്ലും ചെലവും സംരക്ഷണവും അല്ലെങ്കിൽ ഒരേപോലെ അവരുടെ മെയിൻ്റനൻസ് ഒന്നും നടത്തി കൊടുക്കാൻ ആർക്കും സാധിക്കുകയില്ല. അപ്പോൾ അവർക്ക് തോന്നിയ വഴികളിലൂടെയൊക്കെ പണമുണ്ടാക്കാനുള്ള മാർഗങ്ങൾ വെട്ടുമ്പോൾ അതിനൊക്കെ അരുനിൽക്കേണ്ടൊരു ഗതികേട് CPMൻ്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്കും അവിടുത്തെ നേതാക്കൾക്കൊക്കെ വന്നുപെട്ടിട്ടുണ്ട്. അതൊക്കെയാണ് ഇന്ന് ഇത്തരത്തിലൊക്കെ മൂർച്ഛിച്ച് ഈ രൂപത്തിൽ അത് അവിടെ പ്രതിഫലിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.